ഡേർഡിൽ ഡോർ ടു കോൺവാൾ. യെസ്, അങ്ങനെ ഡേർഡിൽ ഡോറൊക്കെ നന്നായി എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ കോൺവാളിലേക്കാണ് പോകുന്നത്. ഡേർഡിൽ ഡോറിൽ നിന്നും കോൺവാളിലേക്ക് ഒരു 2.5-3 മണിക്കൂറിന്റെ അടുത്ത് ഡ്രൈവ് ഉണ്ട്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഞങ്ങൾ കോൺവാളില് സ്റ്റേക്ക് വേണ്ടി ചൂസ് ചെയ്തത് ഡോർമെട്രി ആണ്. അപ്പോൾ അവിടെ 8:30 മുമ്പായിട്ട് ചെക്ക് ഇൻ ചെയ്യണം. നൈറ്റ് ടൈം ആണ് കേട്ടോ ഇത്. സമ്മർ ആയതുകൊണ്ട് ഇരുട്ടാവാനായിട്ട് ഒരു 10 മണിയെങ്കിലും ആവും. അപ്പോൾ ഞങ്ങൾ രാത്രി 8 മണിക്കാണ് അവിടെ എത്തിയത്. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. സ്ഥലം കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ കാറ് നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഇല്ല, കുറച്ച് നീങ്ങിയായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ റൂമിലേക്ക് പോകാനാണ് പ്ലാൻ. അതോടൊപ്പം തന്നെ ഞങ്ങൾ നൈറ്റ് കഴിക്കാനുള്ള ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലം കണ്ടിട്ടാണെങ്കിൽ റൂമിലേക്ക് പോവാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അവിടെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നു. കുറച്ചു പേര് എവിടെ നിന്നൊക്കെയോ വഞ്ചിയൊക്കെ തുഴഞ്ഞു വരുന്നുണ്ട്. ഞങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കേസ് നല്ല ടയേർഡായിരുന്നു. പിന്നെ അതുമല്ല, ആ ദിവസം വെളുപ്പിനാണ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 3 മണിക്കൊക്കെ. അപ്പോൾ ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഒരു 2-3 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഞങ്ങൾ അവിടെ അടുത്തൊരു ഷോപ്പിൽ പോയി കുറച്ച് ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചതാണ് അടുത്ത ദിവസത്തേക്ക് വേണ്ടി. ഇനി നമുക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന പ്ലേസ് ഒന്ന് കാണാം. കയറി വരുമ്പോൾ തന്നെ ലോഞ്ച് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഡൈനിങ് റൂം ഉണ്ട്, അപ്പുറത്തായിട്ട് കിച്ചൺ ഉണ്ട്. ഞങ്ങളുടെ റൂം ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം. 5 പേർക്ക് കിടക്കാൻ വേണ്ടി 5 ബെഡ് സെപ്പറേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഒരു വാഷ് സ്പേസിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നൈറ്റിന് ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിക്കനും പോർക്ക് വരട്ടിയതും ആയിരുന്നു കേട്ടോ സ്പെഷ്യൽ. അപ്പോൾ ഡൈനിങ് റൂമിലൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ. ഞങ്ങൾ റൂമിൽ എല്ലാവരും കൂടി ഇതേപോലെ വട്ടം വളഞ്ഞിരുന്ന് വർത്തവരൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ച് അന്നത്തെ നൈറ്റ് അടിച്ചു പൊളിച്ചു.